ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമായിട്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ റോഡ് പോകുന്നുണ്ട്. സ്കൂൾ ബസ്സും സാധാ ലൈൻ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം നമ്മൾ വീടിൻ്റെ ഒരു 500 മീറ്റർ ഒക്കെ അപ്പുറമായിട്ട് ഒരു കവലയുണ്ട്. അവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടുന്ന് ബസ് തിരിച്ച് നേരെ റിട്ടേൺ ബത്തേരിക്കാണ് പോവുക കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ബസ് ഇതിലേ പോകുന്നുണ്ട്. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു മുറ്റം അടിക്കുന്നത് കേട്ടോ. അപ്പോൾ 2ാം നിലയായതുകൊണ്ട് നമുക്ക് മുറ്റമൊന്നും അടിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു കൊതി തോന്നുമ്പോൾ ഞാൻ താഴെ വന്നിട്ട് അടിച്ചു വരും. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കടയായതുകൊണ്ട് അവിടുത്തെ അമ്മച്ചി രാവിലെ തന്നെ ആ ഒരു പരിപാടിയൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് അടിച്ച് വരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു സങ്കടം മാറി കിട്ടിയിട്ടോ. ഒരുപാട് മുറ്റമുണ്ട് കേട്ടോ അടിച്ച് വരാനൊക്കെ ആയിട്ട്. പിന്നെ ഭയങ്കര പൊടിയാണ്. രാവിലെ അടിച്ച് വരണം, അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗം എന്ന് പറയാനായിട്ട് കേട്ടോ. ഇപ്പോഴും സാധനങ്ങളൊന്നും നമ്മൾ ഒതുക്കി വെച്ച് തീർന്നിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നിന്നത് 2 റൂമും അടുക്കളയും ബാത്റൂമൊക്കെ ആയിട്ടുള്ളൊരു വീടായിരുന്നേ. പക്ഷേ ഇപ്പം നമ്മൾ എടുത്ത വീടെന്ന് വെച്ചാൽ ഒരു ഒറ്റ മുറി വീടാണ്. ഒരു മുറിയും പിന്നെ ഒരു അടുക്കള, പിന്നെ പുറത്തായിട്ട് ഒരു ബാത്റൂം, ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരുപാട് 2-3 റൂമുള്ള വീട്ടിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഒറ്റ മുറിയിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏതൊരു ഓടിട്ട വീടായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് വരും. ഇപ്പോൾ ഏകദേശം സമയം 9 മണിയൊക്കെ ആയിട്ടോ. ഇന്ന് പിന്നെ മൂത്ത കുട്ടി ടൂറ് പോയേക്കുമായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അവന് സ്കൂൾ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ 7:30-ക്ക് ചേട്ടായി സ്കൂളിൽ കൊണ്ടുവിട്ടു കേട്ടോ. പിന്നെ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചു. ഇത് പുറത്തൊരു ചെറിയൊരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ടേബിൾ വെച്ചതാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ട് ഉണക്കാനും ഒക്കെ ആയിട്ട് വെച്ചതാണ്. അപ്പം വെയിലൊക്കെ വന്നു തുടങ്ങിയെങ്കിലും നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഈ വീടിൻ്റെ ഓണർ ചേച്ചിയായിട്ട് ഞാൻ നല്ല കമ്പനിയാണ്. ഇപ്പോൾ രാത്രി അവർ പള്ളിയിൽ പെരുന്നാളിന് പോയപ്പം പച്ചക്കറി ഒന്ന് നനയ്ക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ രാത്രി മോട്ടർ പണി മുടക്കിയോണ്ട് നനയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് അതൊന്ന് നനച്ചിട്ടു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കപ്പയും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളും കുറച്ച് പയറും ജീരയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് എൻ്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മുടിയൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോൾ മോനെ കൂട്ടാനായിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. ഒരു 7 മണിക്കൊക്കെ വരുന്നെങ്കിൽ ചേട്ടായി വരുമ്പോൾ കൂട്ടുമായിരുന്നു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ടൂർ കഴിഞ്ഞ് വരുന്നതാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവനെ കൂട്ടാനായിട്ട് സ്കൂളിലേക്ക് പോകണം. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിലും കാണിക്കണം കേട്ടോ. അപ്പോൾ ടോൺസിലൊക്കെ പഴുത്തിട്ട് കുറച്ച് ദിവസമായി. നല്ല വെള്ളം ഇറക്കാനൊന്നും പറ്റുന്നില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് കാണിക്കണം. അങ്ങനെ പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ വന്നതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അവർ 2 പേരും ചായയെല്ലാം കുടിച്ചിട്ട് രാവിലെ പോയല്ലോ. പിന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളും എല്ലാം ഒതുക്കി വെച്ചു. ഇതാണ് ഞങ്ങൾ ചെറിയൊരു അടുക്കള കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. ചെറിയ മോനും ഉണ്ട്, ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ ഇന്ന്. അപ്പം രാവിലെ തന്നെ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞങ്ങളിപ്പം ചൂടോടെ തന്നെ ഉണ്ടാക്കി. അവർക്കുള്ളത് രാവിലെ തന്നെ ഉണ്ടാക്കി അവർ കഴിച്ചു. അപ്പോൾ തലേ ദിവസത്തെ അരച്ച് ചുട്ട ദോശയാണെങ്കിൽ എനിക്കും ചേട്ടയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് രാവിലെ അരച്ച് ചുടുന്ന നീർദോശ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് അവർക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ അങ്ങനെ ദോശ ചൂടലും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയപ്പം ചെറിയ ആൾ ഭയങ്കര തൂമ്പ കൊണ്ട് കളയ്ക്കുവാണ്. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഞാൻ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് അവൻ കുളം കുഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുഴിക്കുകയായിരുന്നു. പിന്നെ ദോശ ചൂടലും ഒക്കെ ആയിട്ട് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ടേബിൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ ഒട്ടുമിക്ക വീട്ടിലും കണ്ടതാണ് കേട്ടോ. പാത്രം കഴുകിയിട്ട് ആ നനവോട് തന്നെ നമ്മൾ എടുത്ത് വെക്കാതെ ഇങ്ങനെ ഉണക്കിയിട്ട് എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു. വൈകുന്നേരം കഴുകി വെച്ചതായിരുന്നേ. അപ്പോൾ വിരിച്ചിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ബക്കറ്റിൽ തന്നെ വെച്ചു.
കളറിളകുന്നതൊക്കെ നേരത്തെ വിരിച്ചിട്ടു കേട്ടോ, അല്ലാത്തതൊക്കെ ഇപ്പോൾ വിരിച്ചിടാമെന്ന് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ഷീറ്റ്, ഇതൊരു കാർ പോർച്ചാണ് കേട്ടോ, അപ്പോൾ ഷീറ്റ് ആയതുകൊണ്ട് വേഗം തന്നെ വെയിലത്തിട്ടില്ലെങ്കിലും ഉണങ്ങി കിട്ടും. പിന്നെ ഇത് ഈ ഒരു സൈഡിലും അങ്ങനെ കുറേ തുണിയൊക്കെ വിരിച്ചിടാനുള്ള അഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമിലേക്ക് വന്നിട്ട് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചു കേട്ടോ, ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചു. ഞങ്ങൾ 3 ബ്ലാങ്കറ്റൊക്കെ പൊതിച്ചിട്ടാണ് രാത്രി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ്, ഓടായതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ അവിടെയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അടിച്ചു വാരാനൊക്കെ നിന്നു. അപ്പം ചെറിയ ആൾക്ക് കഴിക്കാനായിട്ട് ദോശയൊക്കെ കൊടുത്തു. അവനവിടെ ഇരുന്ന് ടി വി എല്ലാം കണ്ടിട്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം സൂപ്പറാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തള്ളി വിടുന്നതാണെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അവൻ മാത്രമേ എന്നെ അങ്ങ് അധികം പൊക്കാറുള്ളൂ, കാരണം അവന് ആരുമില്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മളോട് വർത്താനം പറഞ്ഞ് നടക്കും അവൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പൊക്കി പറയുവാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ നിന്നു. ഉച്ച കഴിയുമ്പം പണിയെല്ലാം തീർത്തിട്ട് വേണം സ്കൂളിൽ പോയി അവനെ കൂട്ടണം. പിന്നെ ബത്തേരിയിൽ പോയി ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് വേഗം പണി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം അടിച്ചു വാരി പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം കാണുന്നവർക്ക് ഇതൊരു ചെറിയൊരു വീടായിരിക്കും, ഞങ്ങൾക്ക് ഇത് സ്വർഗം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം മുന്നേ നിന്ന വീടിൻ്റെ ഏകദേശം 3-4 വീടിന് ഇപ്പുറം തന്നെയാണ് ഈ ഒരു വീട് എടുത്തത് കേട്ടോ. അപ്പം ഇവിടുന്ന് മാറണ്ടെന്ന് കരുതി തന്നെയാണ് നമ്മൾ ഈ ഒരു സൗകര്യം കുറവാണെങ്കിലും ഈ ഒരു വീടെടുത്തത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളെ ഒരിക്കലും മാറ്റി നിർത്തുന്ന ഒരു ടൈപ്പ് ആൾക്കാരൊന്നുമല്ല, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടെയുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല പരിചയമായി കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതിയത്. പിന്നെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അടുക്കളയിൽ പാത്രമെല്ലാം കഴുകി വെച്ചു, അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ചോറിന് വെള്ളം വെച്ചു. അപ്പം നമുക്ക് വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഗ്യാസിലാണ് കേട്ടോ. അപ്പം പിന്നെ കലത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടു. പിന്നെ അരിയൊക്കെ തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ ചോറ് വെച്ചതിന് ശേഷം പിന്നെ കറിയൊക്കെ വെക്കാനായിട്ട് നോക്കും. പിന്നെ പുറത്ത് നോക്കിയാൽ നല്ല കാറ്റാണ്. പിന്നെ ഞാനിന്ന് കോളിഫ്ലവർ കറിയാണ് വെച്ചത് കേട്ടോ. ഇവിടെ 2 പേർക്കും എരിവൊന്നും അങ്ങനെ പറ്റാത്തതുകൊണ്ട് കോളിഫ്ലവർ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചോറ് റെഡിയായി, അതങ്ങ് വാർത്തിട്ടു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും വെച്ചില്ല. അപ്പം ഒരുപാട് കറികളൊക്കെ വെക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ, വേഗം തന്നെ കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും മൂത്ത മോൻ വരും, ടൂർ കഴിഞ്ഞ് വരും. അപ്പോൾ അവനെ കൂട്ടണമല്ലോ. അപ്പോൾ ഒരുപാട് കറിയൊക്കെ ആക്കിയിരിക്കാനുള്ള നേരമൊന്നുമില്ലായിരുന്നു. പിന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ടി വി എല്ലാം കണ്ടിട്ട് ഓരോ കഥകൾ പറയുകയാണ്. പിന്നെ ഇടയ്ക്ക് പൊക്കി പറയുന്നുണ്ട് അമ്മയുടെ കറി സൂപ്പറാണ്, അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ അടിപൊളിയാണെന്ന് നോക്കും. കാര്യം നമ്മളെ പൊക്കി പറയുന്നതാണെങ്കിലും കേൾക്കാനൊരു സുഖമാണ് കേട്ടോ. പിന്നെ നമ്മളത് കഴിഞ്ഞ പാടും അലക്കാൻ പോയി. ഞാൻ അലക്കാൻ പോകുമ്പോൾ അവിടെ വരും. ചെടി നനയ്ക്കാനാണെങ്കിലും മുറ്റം അടിക്കാനാണെങ്കിലും ഞാൻ എന്ത് പണി ചെയ്യുവാണെങ്കിലും അവിടെ വരും കേട്ടോ ആശാന്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു കൂട്ടാണ് കേട്ടോ. എന്ത് ജോലി ചെയ്യുവാണെങ്കിലും എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യും. അപ്പോൾ നമുക്കതൊരു കൂട്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. മൂത്തയാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഉൾവലിഞ്ഞൊരു സ്വഭാവമാണ് കേട്ടോ. അവനങ്ങനെ ഒരു തമാശ, പ്രത്യേകിച്ച് ഒരു തമാശ പറയില്ല, അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു കൂട്ടത്തിലാണ് കേട്ടോ. ഇവനാണെങ്കിൽ എപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ കൂടെ തന്നെ വരും. അമ്മക്കുട്ടിയാണ്. അപ്പോൾ അവിടുന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിപ്പിക്കുമ്പം പറയുകയാണ് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് യൂട്യൂബിലിടല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ കാണും കേട്ടോ എന്ന്. അതുകൊണ്ട് തോർത്തൊക്കെ എടുത്തിട്ട് കുളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാൻ കുളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് ടി വി എല്ലാം വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതിന് ശേഷം ഞാനും കുളിക്കാൻ പോയി കേട്ടോ. ഇപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന പാടും ഡ്രസ്സൊക്കെ മാറി. ഇനി ഒട്ടും സമയമില്ല, വേഗം നമുക്ക് സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ വേണ്ട ഡ്രസ്സെല്ലാം മാറി നമ്മൾ വീട് പൂട്ടി ഇറങ്ങുവാണ്. അപ്പം പാലും പാത്രം ഉണ്ടായിരുന്നു, അതപ്പുറത്തെ വീട്ടിൽ കൊടുത്ത് ഏൽപ്പിക്കാനാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ബസ് വന്നു കേട്ടോ. ബസ്സിൽ ഞങ്ങൾ പോവുകയാണ്.
സ്കൂളിൽ ചെന്നപ്പോഴേക്കും അവരും എത്തി. എന്നെ കണ്ടപാടും അവൻ ഓടി വന്നു കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞു പോയ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബത്തേരി പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് കറണ്ടിൻ്റെ ഫെൻസിങ് ഇടുന്നതാണ് കേട്ടോ. ആനകളും മൃഗങ്ങളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ടിൻ്റെ ഫെൻസിങ് ഇടുന്നതാണ്. പിന്നെ ആ പുറത്ത് തന്നെയാണ് ഞങ്ങൾ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കുളിച്ചതുകൊണ്ട് ചേട്ടയ്ക്ക് വന്നിട്ട് കുളിക്കാനുള്ള വെള്ളമാണ് ഈ വെക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തീയും കായാൻ വെള്ളവും തിളയ്ക്കും കേട്ടോ. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നിന്നു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.